ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ ഗംഗാധരേശ്വര ഇന്ത്യൻ റോക്കട്ട് വാസ്തുവിദ്യയുടെ ഉദാഹരണമായ ഗവിപുര ഗുഹാക്ഷേത്രം ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുൻഭാഗത്തെ നിഗൂഢമായ ശിലാപാളികൾക്കും വർഷത്തിലെ നിശ്ചിത സമയങ്ങളിൽ സൂര്യനെ ശ്രീകോവിലിൽ പ്രകാശിക്കാൻ അനുവദിക്കുന്ന കൃത്യമായ ആസൂത്രണത്തിനും ക്ഷേത്രം പ്രശസ്തമാണ്. 16-ാം നൂറ്റാണ്ടിൽ നഗരത്തിന്റെ സ്ഥാപകനായ കെംപെ ഗൌഡ ആണ് ഇത് നിർമ്മിച്ചത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഗുഹാക്ഷേത്രം വേദകാലഘട്ടത്തിൽ ഗൗതമ മഹർഷിയും ഭരദ്വാജ മുനിയും ചേർന്നാണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് AD 16-ാം നൂറ്റാണ്ടിൽ ബംഗളൂരുവിന്റെ സ്ഥാപകനായ കെംപെ ഗൌഡയാണ് ഇത് നവീകരിച്ചത്. ബംഗളൂരുവിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം രാമരായൻ 5 വർഷത്തെ ജയിൽ ശിക്ഷയിൽ നിന്ന് മോചിതനായതിനു ശേഷം കെംപഗൌഡ നിർമ്മിച്ചതാണ്. വാസ്തുവിദ്യാ വിസ്മയമാണ് ഗവി ക്ഷേത്രം. ഇത് വിശ്വാസികളെ ജനക്കൂട്ടത്താൽ ആകർഷിക്കുന്നു. പ്രധാന ദേവതയായ ഗവി ഗംഗാധരേശ്വരയ്ക്ക് പുറമെ വിവിധ ദേവതകൾക്കും ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ആരാധനാലയങ്ങളുണ്ട്. പാർവതി ദേവി, വിനായകൻ, സുബ്രഹ്മണ്യൻ, ഗൗതമ മഹർഷി, ഭരദ്വാജ മുനി, ചണ്ഡികേശ്വരർ, ഉമാമഹേശ്വര, വല്ലഭ ഗണപതി, ദുർഗാദേവി, അഗ്നിദേവൻ, സപ്തമാതൃകകൾ, ദക്ഷിണാമൂർത്തി, കാലഭൈരവൻ, വീരഭദ്രൻ, ലക്ഷ്മി നാരായണ, സൂര്യനും ചന്ദ്രനും, അയ്യപ്പൻ, ആഞ്ജനേയൻ, മഹാഗണപതി, വള്ളിയുടെയും ദൈവാനിയുടെ കൂടെ സുബ്രഹ്മണ്യൻ, നവഗ്രഹങ്ങൾ. ഗവിപുരത്തെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിലൊന്നാണ് ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. ചോളരുടെ കാലത്താണ് ഇത് 16-ാം നൂറ്റാണ്ടിൽ കെംപഗൌഡ നവീകരിച്ചത്. വാസ്തുവിദ്യാ വിസ്മയമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു മോണോലിത്തിക് പാറയിൽ നിർമ്മിച്ചതാണ്. മകരസംക്രാന്തി ദിനത്തിൽ സൂര്യപ്രകാശം നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ കടന്ന് 1 മണിക്കൂർ ശിവന്റെ തലയിൽ സൂര്യരശ്മി പതിക്കുന്നു. ക്ഷേത്രത്തിനു പിന്നിൽ നിരവധി നിഗൂഢതകളുണ്ട്. അതിൽ ഒന്നാണ് ഇത്. ഈ ജ്യോതിഷ പ്രതിഭാസം ദക്ഷിണായനത്തിന്റെ അവസാനത്തെയും ഉത്തരായണത്തിന്റെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നതായി പറയപ്പെടുന്നു. എന്നുവച്ചാൽ സൂര്യന്റെ തെക്ക് ദിശയിലുള്ള ചലനവും സൂര്യന്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനം പോസിറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംക്രാന്തി ദിനത്തിൽ ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലെത്താറുണ്ട്. ജനുവരി 13 മുതൽ 16 വരെയും നവംബർ 26 മുതൽ ഡിസംബർ 2 വരെയും. ഈ വാർഷിക പ്രതിഭാസം സൂര്യമജ്ജന എന്നറിയപ്പെടുന്നു. ശിവന്റെ ലിംഗം പ്രതിനിധീകരിക്കുന്ന ഡമരു, ത്രിശൂലം തുടങ്ങിയ വസ്തുക്കളുള്ള 4 ഏകശിലാ തൂണുകൾ ക്ഷേത്രത്തിലുണ്ട്. മുൻവശത്തെ തൂണുകൾ സൂര്യപാന, ചന്ദ്രപന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇവ അറുതികളുടെ കൃത്യമായ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. ഗുഹയിലേക്കുള്ള പുറത്തെ മണ്ഡപത്തിൽ വിജയനഗര ശൈലിയിലുള്ള തൂണുകൾ ഉള്ളതിനാൽ ഈ ക്ഷേത്രം വിജയനഗര കാലഘട്ടത്തിലേതാണ്. ഗുഹയുടെ പ്രവേശന കവാടം ശിവന്റെ ദ്വാരപാലകരാൽ സംരക്ഷിച്ചിരിക്കുന്നു. പ്രധാന ഗുഹാക്ഷേത്രം 6 അടി മാത്രം ഉയരമുള്ളതാണ്. കൂടാതെ മറ്റ് ചെറിയ ദേവന്മാരും ഋഷിമാരുമുള്ള ശിവന്റെ അധിപനായ ദേവത അടങ്ങിയിരിക്കുന്നു. 2 പ്രദക്ഷിണ പാതകളുണ്ട്. നന്ദി തന്റെ യജമാനനായ ശിവനെ അഭിമുഖീകരിക്കുന്നു. കാശിയിലേക്ക് നേരിട്ട് പോകേണ്ട ഒരു ഗുഹയും ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ നിലവിൽ 2 തുരങ്കങ്ങളുണ്ട്. ആദ്യത്തെ തുരങ്കം വാരണാസി നഗരവുമായി ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ തുരങ്കം ഈ ക്ഷേത്രത്തിന് വളരെ അടുത്തായി ശിവഗംഗ കുന്നിൻ മുകളിലുള്ള ഗംഗാധരേശ്വര ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. ശിവലിംഗത്തിന്റെ പാലിൽ നിർമ്മിച്ച അഭിഷേകം വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി സന്ദർശകരുണ്ട്. അതിന്റെ മഹത്തായ നിഗൂഢ ശക്തികൾ. ഇത് ഭക്തരെ കൂടുതൽ ആത്മീയ ചായ്വ് നേടാൻ സഹായിക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞയും ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയത്തിന്റെ ഡയറക്ടറുമായ ഡോക്ടർ B.S. ശൈലജയാണ് ക്ഷേത്രത്തിന്റെ ഘടനാപരമായ അത്ഭുതം പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പ് ചിത്രകാരൻ തോമസ് ഡാനിയൽ തന്റെ പ്രസിദ്ധീകരണമായ ഓറിയന്റൽ സീനറി 6 വാല്യങ്ങളിൽ ഇന്ത്യൻ ലാൻഡ്സ്കേപ്പുകളുടെ കൈനിറത്തിലുള്ള അക്വാറ്റിന്റുകളുള്ള ഗവിപുരം ക്ഷേത്രത്തിന്റെ ഭംഗി പകർത്തിയിട്ടുണ്ട്. ഗവിപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2 ജലാശയങ്ങളുണ്ട്. ആദ്യത്തേത് ക്ഷേത്രത്തിന് കിഴക്കുള്ള ഹരിഹര ഗുഡ്ഡയുടെ ചിത്രമാണ്. രണ്ടാമത്തേത് ഹിന്ദു ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം എന്നാണ്. ഈ ചിത്രങ്ങൾ 1792 മുതലുള്ളതാണ്. പുരാതന ഐതിഹ്യങ്ങൾ പറയുന്നത് ഗൗതമ മുനിയും ഭരദ്വാജ മഹർഷിയും ക്ഷേത്രഗുഹകളിൽ തപസ്സു ചെയ്തു എന്നാണ്. പ്രധാന ശ്രീകോവിലിനു ചുറ്റുമുള്ള പുറത്തെ ഗുഹാപാതയിൽ ഗൗതമ മുനിയുടെയും ഭരദ്വാജ മുനിയുടെയും വിഗ്രഹങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് അതിന്റെ പ്രതിനിധി വിഗ്രഹം മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലവുമാണ്. ഗവി എന്നാൽ കന്നഡയിൽ ഗുഹ എന്നാണ് അർത്ഥം. ഗംഗാധരേശ്വരൻ ഈശ്വരനെ അതായത് ശിവനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഐതിഹ്യപ്രകാരം അഗ്നി നേത്രരോഗങ്ങളെ അകറ്റുമെന്നാണ് വിശ്വാസം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രതിവിധിക്കായി ഈ ക്ഷേത്രത്തിലെത്തുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിക്കുന്നത് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും മാനസിക ശക്തി നേടാനും സഹായിക്കും. ഒരു നല്ല ജോലിയും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ ആത്മവിശ്വാസമുള്ള മനസ്സും ലഭിക്കാൻ നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. ശത്രുക്കളിൽ നിന്നും ജീവിതത്തിലെ മറ്റ് നിഷേധാത്മകതകളിൽ നിന്നും ദൈവം തങ്ങളെ ഒരു കുംഭം പോലെ സംരക്ഷിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മകരസംക്രാന്തി ദിനത്തിലാണ് പ്രകാശത്തിന്റെ നിഗൂഢമായ സൂര്യന്റെ കിരണങ്ങൾ ശിവലിംഗത്തിൽ പുനർനിർമ്മിച്ച നന്ദിയിൽ പതിക്കുന്നു. തുടർച്ചയായി മണി മുഴക്കിയാണ് ആളുകൾ ഈ ദിവസം ആഘോഷിക്കുന്നത്.
ശിവന്റെ നിഗൂഢശക്തി അനുഭവപ്പെടുന്ന ശിവരാത്രി ഇവിടെ ഒരു ഐകണിക ഉത്സവമാണ്. നവരാത്രിയുടെ 10 ദിവസവും ഈ ക്ഷേത്രത്തിൽ വളരെ ഭക്തിയോടെ ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ ഉഗാദി, ദീപാവലി, മകരസംക്രാന്തി തുടങ്ങിയ ആഘോഷങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും ക്ഷേത്രം 6 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ഗവി ഗംഗാധരേശ്വര ക്ഷേത്രത്തിന് നിരവധി നൂറ്റാണ്ടുകൾ നീണ്ടുനിൽക്കുന്ന സമ്പന്നവും ആകർഷകവുമായ ചരിത്രമുണ്ട്. ഇപ്പോൾ കർണാടക എന്നറിയപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന പടിഞ്ഞാറൻ ഗംഗാ രാജവംശമാണ് 9ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം തുടക്കത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗുഹാക്ഷേത്രമായിരുന്നു. പിന്നീട് 13ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാക്കന്മാർ ഈ ക്ഷേത്രം വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്തു. വാസ്തുവിദ്യയോടും കലയോടുമുള്ള ഇഷ്ടത്തിന് പേരുകേട്ട ഹൊയ്സാലർ, ശിവന്റെ പവിത്രമായ കാളയായ നന്ദിയുടെ ഗംഭീരമായ ഏകശിലാശില്പം ഉൾപ്പെടെ നിരവധി പുതിയ സവിശേഷതകൾ അവർ ക്ഷേത്രത്തിന് ചേർത്തു. 16ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ക്ഷേത്രം കൂടുതൽ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു വിജയനഗര സാമ്രാജ്യം. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയ്ക്കും കലയ്ക്കും അവർ ഗണ്യമായ സംഭാവനകൾ നൽകി. 18ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ സൈന്യം ക്ഷേത്രം ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ തന്റെ സൈനിക ശക്തിക്ക് പേരുകേട്ടവനായിരുന്നു. എന്നാൽ അദ്ദേഹം കലയുടെയും ശാസ്ത്രത്തിന്റെയും രക്ഷാധികാരി കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹം ക്ഷേത്രം അറ്റകുറ്റപ്പണികൾ നടത്തി പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. വർഷങ്ങളായി ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം നിരവധി പുനരുദ്ധാരണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഇന്ന് ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പൈതൃകത്തിന്റെ തെളിവായി നിലകൊള്ളുകയും ലോകമെമ്പാടുമുള്ള സന്ദർശകരെയും തീർത്ഥാടകരെയും ആകർഷിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ബാംഗ്ലൂരിലെ ബന്നാർഘട്ട റോഡിലെ ഹുളിമാവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. റോഡ് മാർഗം ഏകദേശം 20 മിനിറ്റ് മാത്രമേ എടുക്കൂ. നഗരത്തിലെ സ്ഥലങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഡ്രൈവ് ചെയ്യുകയോ ടാക്സി വാടകയ്ക്കെടുക്കുകയോ ചെയ്യാം. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് കുറഞ്ഞ ദൂരത്തേക്ക് വാടകയ്ക്കെടുക്കാൻ കഴിയുന്ന ഓട്ടോറിക്ഷകളുമുണ്ട്. രാമകൃഷ്ണ ആശ്രമം ബസ് സ്റ്റോപ്പ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ്. കൂടാതെ ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന നിരവധി പൊതു ബസ്സുകളും കെമ്പഗൌഡ ബസ് സ്റ്റോപ്പിനും രാമകൃഷ്ണ ആശ്രമം ബസ് സ്റ്റോപ്പിനും ഇടയിലുണ്ട്. ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ നാഷണൽ കോളേജാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോകാം.